ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? സന്തോഷത്തോടെ. ആമേൻ. ഈ പകൽ വേളയിലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം തന്നു. ഈ ലൈറ്റ് ഹൗസ് പ്രയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു വർഷത്തെ സെലിബ്രേഷനിൽ എനിക്ക് ഭാഗവാക്കാകുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. കർത്താവിന് സകല നന്ദിയും അർപ്പിച്ചുകൊണ്ട് പ്രാരംഭ ഗാനത്തിലേക്ക് കടക്കുകയാണ്. മനോഹരമായ ഒരു ഗാനം നമ്മൾ ഒരുമിച്ച് കേൾക്കുവാൻ ഇടയായി. തുടർന്ന് വീണ്ടും ചില ഗാനങ്ങൾ കൂടി പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആപത്തുകൾ, അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു ദിവസം കൂടി കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും പല ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം തന്നു. അങ്ങനെയെങ്കിൽ ആരും മൗനമായിരിക്കരുത്. വചനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ഈ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്. ഇന്ന് പകലിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ കടന്നു വരാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ വിളിച്ച് പറയുന്നു, അത് ദൈവം ചെയ്ത ഉപകാരമാണ്. ഒന്ന് വാ തുറന്ന് സ്തോത്രം പറയാൻ കഴിഞ്ഞെങ്കിൽ പറയണം, ദൈവം ചെയ്ത ഉപകാരമാണ്. ആമേൻ. ഒന്ന് കൈയടിക്കാൻ ഭാഗ്യം തന്നെങ്കിൽ, ഒന്നുകൂടി പറഞ്ഞാൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കയറാൻ ഭാഗ്യം തന്നെങ്കിൽ നമ്മൾ പറയണം, ഇത് ദൈവം ചെയ്ത ഉപകാരമാണ്. പ്രൈസ് ലോർഡ്. എത്രയോ പേർക്ക് ഇന്ന് പകൽക്കാലം ഉണരാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ എത്രയോ വലുതാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ കടന്നു വന്ന ദൈവജനം വിളിച്ചു പറയാൻ കഴിയണം, എൻ്റെ യേശു എനിക്ക് നല്ലവനായിരുന്നു. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അപ്പാ അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എൻ്റെ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. 2025 ഓടിച്ചാടി നടന്ന എത്രയോ പേർ 2026 കാണാൻ കഴിയാതെ കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയപ്പോൾ അഭിഷിക്തരാകുന്ന നമുക്ക് ദൈവദാസന്മാർക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഭാഗ്യം തന്നില്ലേ? ആമേൻ. എത്രയോ പേർ കൃപകൾ നഷ്ടപ്പെട്ടു പോയി. എത്രയോ പേരുടെ ജീവിതത്തിൽ ദൈവ സ്നേഹം കുറഞ്ഞുപോയി. ഒന്നുകൂടി പറഞ്ഞാൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകലിലും കൃപയാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ആമേൻ. ആരാധന ഒരു അഭിനയമല്ല പ്രിയരെ, ആരാധന ഒരു അഭിനയമല്ലെന്ന്. ആരാധന ജീവിതത്തിലെ ഒരു അനുഭവമാണ്. അനുഭവമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ, കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. ഒന്ന് പറയാമോ? എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ ആപത്തിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ പ്രയാസത്തിൽ ഇറങ്ങി വന്ന സ്വർഗത്തിലെ നല്ല കർത്താവ്. ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ചവരാ നമ്മൾ. ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചവരാ. കാറ്റ് പോലെ, തിരമാല പോലെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോഴോ വീഴാതിരിക്കാൻ ഒരു കാരണമുണ്ട് പ്രിയരെ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറഞ്ഞു, യേശു നമ്മെ സ്നേഹിക്കുന്നു, യേശു നമ്മെ സ്നേഹിക്കുന്നു. വചനം പറയുന്നു, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. പ്രിയരെ, ഇന്ന് പകലിൽ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നത് ഒരു മയിൽക്കുറ്റി പോലെ ഇരിക്കാനല്ല, അതിനേക്കാൾ ഉപരി
തുറന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാനാണ്. ആമേൻ. ഒരു ദിവസം കൂടി ശേഷിപ്പിച്ച ദൈവത്തെ, ഒരു ദിവസം കൂടി ആയുസ്സിനെ ദീർഘമാക്കി തന്ന ഇത്ര നല്ല ദൈവത്തെ ഹല്ലേലൂയ സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം. എൻ്റെ യേശു എനിക്ക് നല്ലവൻ. താല്പര്യമുള്ള അനുഭവമുള്ളവർ ചേർന്ന് കരങ്ങളെ അടിച്ച് ഒരു കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ സന്തോഷത്തോടെ ചേർന്ന് പാടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. സന്തോഷത്തോടെ ഇന്ന് പകലിൽ ചേർന്ന് പറയാമോ? എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000-ത്തിൽ അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്യനാം നായകൻ. ചേർന്ന് 10,000-ത്തിൽ അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നോ. ഇന്ന് രാത്രിയിൽ പറയാൻ കഴിയുമോ? ഈ ദൈവം എനിക്ക് നല്ലവനായിരുന്നു, ഈ ദൈവം എനിക്ക് വിശ്വസ്തനായ ദൈവമായിരുന്നു. അനുഭവമുള്ളവർ ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. എന്നാലോ പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതുണായി എന്നെ അനുദിനം വഴി നടത്തുമോ. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതുണായി എന്നെ അനുദിനം വഴി നടത്തും. ചേർന്ന് പറയാമോ? എൻ്റെ യേശു എനിക്കു നല്ല, അവൻ എന്നുമെന്നോ അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. പ്രത്യാശയോടെ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കും. മരണത്തിൽ ഘോരതരാൽ വിഷപല്ലു തകർന്നതാകയാൽ. ചേർന്ന് കൊല്ലുന്ന മരണത്തിൽ ഘോരതരാൽ വിഷപല്ലു തകർന്നതാകയാൽ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാൽ.
അഭിഷേകമുള്ളവർ ചേർന്ന് കരങ്ങളെ അടിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ പ്രിയരെ. ഒരു നോക്കുകുത്തിയെ പോലെ ഇരിക്കാതെ, ഹല്ലേലൂയ, ഒരു മയിൽകുത്തിയെ പോലെ ഇരിക്കാതെ, ഒരു പകൽക്കാലം കൂടി കാണുവാൻ, വാതുറന്നൊന്ന് സ്തുതിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം തന്നെങ്കിൽ ഒരുപക്ഷെ അത് നാളെ നമുക്ക് ലഭിക്കണമെന്നില്ല, നാളെ നമുക്ക് കൈയടിക്കാൻ പറ്റണമെന്നില്ല, നാളെ വാതുറക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്നാൽ പകൽക്കാലം ആയുസ് തന്ന ദൈവത്തെ കരങ്ങളെ അടിച്ച് ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കും. അനേകം പേർ ആരാധിക്കാൻ ലജ്ജിച്ചിരിക്കുമ്പോ വചനം പറയുന്നു, ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ഇതുവരെ ലജ്ജിച്ചു പോയില്ല പ്രിയരെ. അവരുടെ മുഖമോ പ്രകാശിതമായി. ചേർന്ന് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കും. വചനം പറയുന്നു, അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ, അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ മുഖങ്ങൾ തകർന്നു പോകുന്നു. ഇന്ന് പകൽക്കാല രോഗങ്ങൾ മാറിപ്പോകട്ടെ, അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള ദൈവിക സാന്നിധ്യം അനുഭവിക്കട്ടെ. ഒരു കീബോർഡിന്റെ സൗണ്ട് കേട്ട് കൈ അടിക്കണ്ട, ഒരു മൈക്കിന്റെ സൗണ്ട് കേട്ട് കൈ അടിക്കണ്ട. ഇന്ന് പകൽക്കാലം ഒരു ദിവസം കൂടി ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ ഒരു ദിവസം കൂടി ഈ ഭൂപരപ്പിൽ ജീവിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ മേൽ പകർന്ന ഈ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എത്രയോ പേർക്ക് ഇന്ന് പകൽക്കാലം കാണാൻ കഴിയാതിരിക്കുമ്പോ, എത്രയോ പേർക്കൊന്ന് വാതുറക്കാൻ കഴിയാതിരിക്കുമ്പോൾ, കട്ടിലിൽ നിന്ന് ഒരു മിനിറ്റ് പോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത എത്രയോ ജീവിതങ്ങളുണ്ട് പ്രിയരെ. ഹല്ലേലൂയ, ആ ദൈവം നമുക്കൊരു ദിവസം കൂടി ആയുസ് തന്നില്ലേ. ഒരു മനോഹരമായ ഗാനം ഇപ്രകാരം പാടുന്നു, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. അപ്പാ, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം, എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനെ എന്നെ വീടല്ലേ. ഒന്ന്, കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനെ എന്നെ വീടല്ലേ. കൊതിയോടെ കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. ഒരിക്കൽ കൂടെ